ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഇന്നോവയും കൊണ്ടാണ്, അതിന് ശബരിമല പാമ്പ് മോഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു ഇന്നോവയും കൊണ്ട് വന്നായിരുന്നു. ആ ഇന്നോവ കൊണ്ട് തന്നെ ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇന്നോവ ടൈപ്പ് 2 ഇന്നോവയാണ്. അപ്പോൾ നമുക്ക് പോകാൻ തുടങ്ങാം. ഈ ഇന്നോവയുടെ ശരിക്കും ഞാൻ ഡൗൺലോഡ് ചെയ്തപ്പോഴത്തെ കളർ ഒരു ബ്ലാക്ക് കളറായിരുന്നു. അത് എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാനിത് വേറൊരു കളറ്, ഒരു ബ്രൗൺ പോലത്തെ കളറിലപ്പോൾ ഇറങ്ങിയത്, മറ്റ് ബ്ലാക്ക് കളറ്. പക്ഷെ എനിക്ക് ഈ കളർ ഇട്ടിപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഞാൻ ഈ കളർ ഇട്ടാണ്. പിന്നെ ഈ ഇന്നോവയുടെ ഇൻറ്റീരിയറൊക്കെ നമ്മുടെ ശരിക്കുള്ള ഇന്നോവയുടെ പോലെ ഈ പഴയ ക്വാളിസിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഇൻറ്റീരിയറാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ 3 സ്പോക്ക് സ്റ്റിയറിംഗാണ്. നമ്മുടെ ടൈപ്പ് 4ലുള്ള 4 സ്പോക്ക് സ്റ്റിയറിംഗ് അല്ല, ഇത് ടൈപ്പ് 2 ഉള്ള പോലത്തെ 3 സ്പോക്ക് സ്റ്റിയറിംഗാണ്. പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്ക് പോകുന്ന വഴിക്ക് ഈ ഹമ്പുകൾ ഇടയ്ക്ക് കാണും കേട്ടോ. പിന്നെ ഈ മാപ്പ് ഒരു ചെറിയ മാപ്പ്, നമ്മളൊരു 3 മിനിറ്റൊക്കെ ഓടിച്ച് കഴിഞ്ഞാൽ എത്തുന്നേ ഉള്ളൂ. പിന്നെ ഇത് മാപ്പിനകത്ത് പോലെ തന്നെ കാണിക്കുന്നത് ഇത് 1 വേ ആണ് കേട്ടോ. അപ്പുറത്ത് നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് നമുക്ക് വണ്ടി വരില്ല, നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് മാത്രമേ പോകാനുള്ളൂ. പിന്നെ ഇതുപോലത്തെ നല്ല വളവുകളും പിന്നെ റോഡിലേക്ക് വളർന്നു നിൽക്കുന്ന മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ശബരിമല എത്താറാവുമ്പം റോഡിന് നടുക്കൊരു തെങ്ങിൻ്റെ മുറിഞ്ഞ പോലെ കാണും. അതേ കൂടെ റോഡിൻ്റെ നടുക്ക് തന്നെ ആയിട്ടാണ്. അത് അങ്ങോട്ട് പോകുമ്പോൾ ആണെന്ന് തോന്നുന്നു, ഞാൻ ശരിക്കും ഓർക്കില്ല, കുറേ നാളായി ഞാൻ ഇത് കളിച്ചിട്ട്, ഈ മാപ്പ് മോഡ് പോയിട്ട്. അങ്ങോട്ട് പോകുമ്പം നിങ്ങൾ സൂക്ഷിച്ച് ലെഫ്റ്റിൽ കൂടെ ചേർന്ന് തന്നെ പോകണം. അങ്ങോട്ട് പോകുമ്പം ഇങ്ങോട്ട് വരുമ്പം റൈറ്റ് സൈഡിൽ കൂടെ വരണം, കാരണം ഇല്ലെങ്കിൽ അവിടെ വണ്ടി തട്ടി ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ബസ്സും കൊണ്ടൊക്കെ പോകുമ്പോൾ കുറേ തവണ തട്ടിയിട്ടുള്ളതാണ്. ഇതേ നമ്മുടെ ശബരിമല മുകളിൽ കാണുന്നതാണ് കേട്ടോ. നമുക്കിനിയിപ്പോൾ ഈ വളവെല്ലാം കഴിഞ്ഞ് മുകളിൽ കയറി ചെന്ന് കഴിഞ്ഞാലേ അവിടെ എത്തുള്ളൂ. നമ്മളിവിടെ എത്താറായപ്പോൾ തന്നെ മഴയും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ വണ്ടീനെ കുറിച്ച് പറയാനാണെങ്കിൽ, ഞാൻ കുറച്ച് നാളായി 2-3 ദിവസമായിട്ട് ഇത് തന്നെ ഈ വണ്ടീനെ ഓടിക്കുന്നത്. ഈ വണ്ടീനെ കുറിച്ച് പറയാനാണെങ്കിൽ വണ്ടി നല്ല വണ്ടിയാണ്. ഇൻറ്റീരിയർ കാണാൻ ഒരു സുഖമില്ലെന്നേ ഉള്ളൂ. വണ്ടിയുടെ പെർഫോമൻസ് ആയാലും എല്ലാം നല്ല തന്നെയാണ്. പിന്നെ വണ്ടിയുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ഞാൻ നോക്കിയപ്പം 165 km/h സ്പീഡായിരുന്നു. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ വേറെ മോഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സ്പീഡിൽ പോയി ഒരു ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇടിച്ചിരിക്കുന്നതിൽ ഇങ്ങനെ നിൽക്കില്ലേ, ഈ വണ്ടിക്ക് അതുപോലത്തെ പ്രശ്നമൊന്നുമില്ല. ഈ വണ്ടി പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബസ്സിൻ്റെ അല്ലെങ്കിൽ ശരിക്കുള്ള വണ്ടികളുടെ പിടിക്കുന്ന പോലെ ഒന്ന് പതിയെ സാധാരണ പോലെ തന്നെ ഇങ്ങനെ ആയിട്ട് ഒന്ന് ബ്രേക്ക് ആവുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഈ വണ്ടിയുടെ കാര്യങ്ങൾ. പിന്നെ സ്പീഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു, സ്പീഡ് നല്ല സ്പീഡ് കയറും. പിന്നെ അങ്ങനെയൊന്നുമില്ല, വണ്ടിയുടെ ഇതൊക്കെ ഉള്ളൂ. പക്ഷേ ടൈപ്പ് 4 ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു കേട്ടോ. ടൈപ്പ് 4 ടൈപ്പ് 3 ഒക്കെ ആയിരുന്നെങ്കിൽ. പിന്നെ ഈ വണ്ടിയുടെ സസ്പെൻഷൻ്റെയും അല്ലെങ്കിൽ പുള്ളിങ്ങിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ എനിക്ക് നല്ല അഭിപ്രായം തോന്നിയത്. കാരണം ഇപ്പോൾ കൺട്രോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഈ വണ്ടി നല്ല സ്പീഡിൽ പോയി ഒന്ന് ബ്രേക്ക് പിടിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് തിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി അങ്ങനെ കൺട്രോൾ ഇട്ട് മറിഞ്ഞു പോകുന്ന പരിപാടിയൊന്നുമില്ല. വണ്ടി ഇതിൻ്റെ ഒരു മാപ്പ് മോഡ് ഞാൻ യൂട്യൂബിൽ കണ്ട് ഡൗൺലോഡ് ചെയ്തതാണ്. പക്ഷേ പിന്നെ വേറെ ഒരു തവണ നോക്കിയപ്പോൾ എനിക്കിത് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ശബരിമല എത്തിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ നമ്മുടെ മാപ്പ് തീർന്നു ഗൈസ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ ഏത് വണ്ടി കൊണ്ടാണ് വരേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ആ വണ്ടി കൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഇനി മാപ്പ് മോഡ് തന്നെ വേണോ, അതോ ഏതെങ്കിലും കഴിഞ്ഞ വീഡിയോയിലെ പോലെ സീക്രട്ട് മോഡ് വേണോ, അത് സാധാരണ നമ്മൾ ആൾക്കാരെ എടുത്തുകൊണ്ട് കാരിയർ മോഡോ അല്ലെങ്കിൽ ട്രിപ്പ് മോഡൊക്കെ വേണമെന്ന് പറഞ്ഞാൽ മതി. പിന്നെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.